ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കൊഴുവയുടെ കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ കൊഴുവ നല്ലതുപോലെ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതിന് വത്തലെന്ന് പറയും, ചില സ്ഥലത്ത് ഇതിനെ നെത്തോലി എന്നൊക്കെ പറയും. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 2 നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളം പുളിയാണ്. അതുകൂടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 10-12 ചെറിയ ഉള്ളിയാണ്. പിന്നെ നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി വേണം. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു 10 വെള്ളുള്ളി. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു നാടൻ രീതിയിലൊരു മസാല ഉണ്ടാക്കണം, അതായത് ഫിഷ് മസാല. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മല്ലി, 10 വറ്റൽമുളക്. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ ഉലുവയും 1/2 സ്പൂൺ അളവിൽ പെരിഞ്ജീരകവും കൂടി ചേർത്ത് നമ്മളിതൊന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫിഷ് മസാല. വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല നാടൻ രീതിയിൽ തന്നെ നമ്മൾക്ക് അതൊന്ന് അവിടെ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ നമ്മൾക്ക് അതൊന്ന് ഫ്ലെയിം ഓഫാക്കാം. എന്നതിന് ശേഷം ചൂടാറിയിട്ട് നമ്മൾക്ക് അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനത് പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഇതാ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഫൈനായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. നല്ലൊരു മണമാണ് അതിനിപ്പോൾ. അപ്പോൾ ഇതേമാതിരി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 2.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലിടുക. എണ്ണ ചൂടാവുന്ന സമയത്ത് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ആ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ആ വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളിയും വെള്ളുള്ളിയും പച്ചമുളക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് വഴന്ന് വരാനും നമ്മളെ കറിക്കും. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ ഒരുവിധം നല്ലതുപോലെ മൂത്ത് വരുന്ന ഈ സമയത്ത് ഞാൻ ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർക്കാം. തക്കാളി ഈ വലിപ്പത്തിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തക്കാളി അല്പം ഒന്ന് കഷ്ണങ്ങൾ കണ്ടോട്ടെ, അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂണ് മുളക് പൊടി ഒരു കളറിന് വേണ്ടി, പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് നേരത്തെ പൊടിച്ച് വെച്ച മുളക്, മല്ലി, ഉലുവ, പെരിഞ്ജീരകം മിശ്രിതം അതിലേക്ക് തട്ടി കൊടുക്കുക. അത് മുഴുവനായിട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. അതിലൊരു 3 സ്പൂൺ അളവിലുണ്ടാവും. അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് അതിലേക്ക് ആ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിവെള്ളം അല്പം തിക്കായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല പുളിയും എരിവൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ കൊഴുവക്കറി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഗ്രേവിക്ക് ആവശ്യമായ ലൂസിനനുസരിച്ച് ഞാൻ അവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങോട്ട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റും അല്ല. അതൊരു സെമി ഗ്രേവി ആയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഗ്രേവി നല്ലതുപോലെ അതാ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് കഴുകി വെച്ച കൊഴുവ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിൽ കൊഴുവ എന്നാണോ പറയുക? മലബാർ സൈഡിൽ ഇതിനെ വത്തൽ എന്ന് പറയും, ചില ഭാഗങ്ങളിൽ നെത്തോലി. എന്തായാലും നല്ലൊരു ടേസ്റ്റായ ചെറിയ മീൻ തന്നെയാണ്, എല്ലാവർക്കും ഇത് അറിയാൻ പറ്റും. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഉപ്പും എരിവും എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. ആ ഗ്രേവി കണ്ടില്ല, ഈ ഒരു തിക്കായിരിക്കും. ഇനി നമ്മളതൊന്ന് 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളത് ഗ്രേവിയൊക്കെ എണ്ണ തെളിഞ്ഞ് നല്ല കൊഴുവ മീനൊക്കെ ശരിക്കും വെന്ത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മീനിലെ വെള്ളമൊക്കെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മളെ ഗ്രേവി ഒരുപാട് അങ്ങോട്ട് വറ്റിപ്പോയിട്ടൊന്നുമില്ല. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്നുകൂടി കുറുകി വരും. ഈ സമയത്ത് ഒരു 2 കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂറോളം വെച്ചിട്ട് ചൂടാറിയതിന് ശേഷമാണ് കണ്ടില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളെ ഗ്രേവിയെല്ലാം നല്ല കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. ഇപ്പം ഞാൻ അതിൻ്റെ ഉപ്പും എരിവെല്ലാം നോക്കുന്നത് എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കൊഴുവ വയ്ക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ആ മീനൊക്കെ നല്ല സൂപ്പറായിട്ട് വന്ന് നല്ല സെറ്റായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ചോറിൻ്റെ കൂടെ ഈ കൊഴുവക്കറിയും കൂടി ഉണ്ട്, അത് മാത്രം മതി. നല്ല സൂപ്പറായില്ലേ? വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.